ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അലസത ജീവിതത്തിൻ്റെ പരമശത്രുവായി പരിഗണിച്ച ചരിത്രത്തിലെ ഒരു മഹാരാജാവായിരുന്നു ആഥൻസിലെ പിസിസ്ട്രേറ്റസ്. അദ്ദേഹം എപ്പോഴും യുവജനങ്ങളോട് പറയും, മനുഷ്യൻ്റെ പരമമായ ശത്രുവാണ് അലസത. ഒരുവനിൽ അലസത ബാഹ്യമായി വന്നു ചേരുന്നതല്ല, പ്രത്യുത ആന്തരിക ചെന്നായായി അലസതയെ കാണണം. യുവജനങ്ങൾക്കിടയിൽ അലസത ശത്രുവാകുന്നതിൽ അദ്ദേഹം അതീവ ദുഃഖിതനായിരുന്നു. ഒരിക്കൽ അദ്ദേഹം പ്രഭാത സഞ്ചാരത്തിനായി പുറത്തിറങ്ങി. രാജകൊട്ടാരത്തിൻ്റെ മനോഹാരിത കണ്ട് അദ്ദേഹം ഏകനായി പട്ടണത്തിലെത്തി. വഴിയാത്രികർക്ക് അദ്ദേഹം രാജാവാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. പട്ടണ മധ്യത്തിൽ വെച്ച് മധ്യവയസ് പിന്നിട്ട 2 ചെറുപ്പക്കാർ അദ്ദേഹത്തെ സമീപിച്ചു. എന്തെങ്കിലും ഭിക്ഷ നൽകണമെന്ന് അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. കാഴ്ചയിൽ യാതൊരു ആരോഗ്യ പ്രശ്നവും അവർക്കില്ല. പിറ്റേ ദിവസം പ്രഭാതത്തിൽ രാജകൊട്ടാരത്തിൽ വരുവാൻ അവരോട് രാജാവ് ആവശ്യപ്പെട്ടു. പൊതുവെ കൃഷികാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായ പട്ടണവാസികളിൽ പെട്ടവരായിരുന്നു അവർ പിറ്റേ ദിവസം പ്രഭാതത്തിൽ രാജാവിനെ വന്ന് മുഖം കാണിച്ചു. അദ്ദേഹം അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് കൃഷി ചെയ്യുവാൻ വയലോരങ്ങൾ ഞാൻ നൽകാം, വയൽ ഉഴുതുമറിക്കുവാൻ കലപ്പയും കാളയും ഞാൻ നൽകാം, കൃഷി ചെയ്യാൻ വിത്തും തരാം, സമയാസമയങ്ങളിൽ വെള്ളവും വളവും കൃഷിക്കാവശ്യമായ മറ്റു സാമഗ്രികളും നൽകാം. ആ ചെറുപ്പക്കാരുടെ മുഖം വാടി. ഇതു കണ്ട രാജാവ് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ കൃഷി ചെയ്ത് അഹോവൃത്തി കഴിക്കുക, അല്ല എങ്കിൽ നിങ്ങൾക്ക് ജയിലിൽ കിടക്കാം. ഒരു നേരം അവിടെ ഭക്ഷണം ലഭിക്കും. ആ ചെറുപ്പക്കാർ മനസ്സില്ല മനസ്സോടെ കൃഷി എന്ന തൊഴിൽ ഏറ്റെടുത്തു. ആ രാജ്യത്തേക്ക് ആവശ്യത്തിലും അതിലുപരിയുമായ ഗോതമ്പ് അവർ വിളയിച്ചെടുത്തു. വിയർപ്പൊഴുക്കാതെ ഭക്ഷിക്കരുതെന്ന പ്രമാണം വാസ്തവത്തിൽ എത്ര പ്രസക്തമാണ്. ഈ തലമുറയ്ക്ക് പ്രകൃതിയുടെ ഒരു ചെറിയ ചൂട് പോലും ഏൽക്കുവാൻ മനസ്സില്ല. കാരണം AC കാറിലാണ് സഞ്ചാരം, AC മുറിയിലാണ് താമസം. വിയർപ്പ് പൊടിയാതെ എങ്ങനെ സുഖിച്ച് ജീവിക്കാം എന്നാണ് ഇക്കാലത്തെ ചെറുപ്പക്കാരുടെ കൂട്ടം ചിന്തിക്കുന്നത്. അപ്പം ഭക്ഷിക്കുമ്പോൾ ഈ ഭക്ഷണത്തിന് എനിക്ക് എന്താണ് യോഗ്യത എന്ന് എത്ര പേർ ചിന്തിക്കുന്നുണ്ട്? മിഷ്ടാന ഭോജ്യം അകത്താക്കുമ്പോൾ എത്രയോ പട്ടിണിപ്പാവങ്ങൾ എനിക്ക് ചുറ്റുമുണ്ടെന്നും തീന്മേശയിലിരുന്ന് ചിന്തിക്കുന്ന എത്ര മനുഷ്യർ നമുക്കിടയിലുണ്ട്. വിശപ്പിൻ്റെ വില അറിഞ്ഞ് വളർന്നു വന്നവർ അത് ചിന്തിക്കും. എനിക്ക് ഇന്ന ഭക്ഷണം മാത്രം മതി എന്ന് ശഠിക്കുന്നത് എത്ര മൃഗീയമാണ്. ഓർക്കുക, അലസത വെടിഞ്ഞ് ഉത്സാഹശാലിയായി ജീവിതത്തെ ക്രമീകരിക്കുവാൻ നാം അനുനിമിഷം ഉത്സുകരാകണം. ആഥൻസിലെ രാജാവായിരുന്ന പിസിസ്ട്രേറ്റസ് അതാണ് നമ്മെ പഠിപ്പിച്ചത്. പ്രിയ സഹോദരങ്ങളെ, ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. വെറുതെ സമയം പാഴാക്കാനോ വെറുതെ ഉറങ്ങാനോ നാം അവസരം ഒരുക്കരുത്. കാരണം ദൈവം സകല മനുഷ്യർക്കും ഒരുപോലെ ദാനമായി തന്ന ഒരു വലിയ അനുഗ്രഹമാണ് സമയം. സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുന്നവൻ ബുദ്ധിമാൻ. ഈ പ്രമാണം നാം മറക്കരുത്. ഏവർക്കും ശുഭദിനം. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി.